ഹായ്. സൂത്രവാക്യം ഡയറക്റ്റഡ് ബൈ യൂജിൻ ജോസ് ചിറമ്മേൽ. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ശ്രീകാന്ത് കണ്ട്ര ഗുളയാണ്. മലയാളിയാണെന്ന് തോന്നുന്നില്ല. മലയാളി അല്ലെങ്കിലും മലയാളം കേട്ടാലും മനസ്സിലാവാത്ത ഒരാളാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും വിധേന ഇയാൾക്ക് മലയാളം അറിയിരുന്നെങ്കിൽ ഈ പടം ചെയ്യില്ലായിരുന്നു. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത, ഒരു കല്യാണ വീഡിയോയുടെ പോലും വിഷ്വൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു തൊലിഞ്ഞ പടമാണ് ഈ പറയുന്ന സൂത്രവാക്യം. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഷൈനിൻ്റെ ഡി അഡിക്ഷൻ, അയാളുടെ ആക്സിഡൻറ്റ്, അതിനുശേഷമുള്ള തിരിച്ചുവരവ്, ഇതിനെല്ലാം ഒന്ന് അരച്ചു കലക്കി നല്ല രീതിയിൽ ഈ പടത്തിന് വേണ്ടി ഒരു പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രൊമോഷൻ പോസ്റ്റർ ഒന്ന് രണ്ട് പോസ്റ്റർ കണ്ടിട്ടാണ് വലിയ മനസ്സിലാതെ ഈ പടത്തിന് തല വെച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ നല്ല സിനിമ റിലീസായിട്ട് ഇവർക്ക് ഇതേപോലെ പൈസ വാങ്ങി ഒരു പെയ്ഡ് പോസ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവനത് നല്ല പടമാണെങ്കിൽ പോലും ആൾക്കാരതിന് കയറില്ല. ഇമ്മാതിരി പടങ്ങൾക്കെല്ലാം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ജോലി ചെയ്താൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് വെച്ച് ഇമ്മാതിരി പണിയൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ആരും പിന്നീട് കയറാത്തൊരവസ്ഥയാവും, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഓക്കെ, ഇനി ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ പറഞ്ഞത് ഒരു അബ്സല്യൂട്ട് കൾട്ട് പടമാണ്. സിനിമ തുടങ്ങിയാത്ത ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് നിർത്താതെ ചിരിക്കാം. 2 മണിക്കൂർ തികച്ച് ഈ പടമില്ല, നമുക്ക് കളിയാക്കി തന്നെ ചിരിക്കാം. അപ്പോൾ ഞാൻ സിനിമ കാണുന്ന സമയത്ത് 2-3 നല്ല കമന്റ് പറയുന്ന ആൾക്കാരും തിയേറ്ററിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് ആയിരുന്നു. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല എങ്കിലും, ഭാവിയിൽ OTT-ൽ എന്നിട്ടും കണ്ടിട്ടില്ല എങ്കിലും, ഈ യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, അപ്പൂപ്പൻ ആൻഡ് ബോയ്സ്. ഞാൻ കാണാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കാണാറുണ്ടാകും. ഈ പടം ശരിക്കും അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് സ്റ്റഫാണ്, അവർക്ക് കാണാൻ പറ്റിയൊരു പടമാണ്. പല ആൾക്കാരും ഇത് നല്ല രീതിയിൽ തന്നെ ഭാവിയിൽ വലിച്ചു കയറും. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ തന്നെ തുടങ്ങി വയ്ക്കാം. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിനെ ബേസ് ആയിട്ടൊരു പടമാണ് കേട്ടോ ഇത്. കുട്ടികളെയൊക്കെ ബേസ് ആയിട്ടുള്ളൊരു സിനിമയാണിത്. ഇതിൽ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ വിൻ സി, ദീപക് പറമ്പോൽ, ഈ 3 ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആൾക്കാരും ഭയങ്കര അഭിനയമായിരുന്നു. അഭിനയം എന്ന് വെച്ചാൽ അഭിനയിച്ച് നല്ല പണ്ടാറടക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്കൂള് പറഞ്ഞല്ലോ, ആ സ്കൂളിന് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ പണ്ടിപ്പോൾ ഞങ്ങളുടെ നാട്ടില് LBS എഞ്ചിനീയറിംഗ് കോളേജ് എന്നിട്ടൊരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 വർഷം മുമ്പ് വരെ ആ കോളേജിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ആ കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഒക്കെ സെറ്റാക്കിയിരുന്നു. എന്നിട്ട് ഈ പടവും ഏകദേശം അതേപോലെ തന്നെ കേട്ടോ. ഒരു സ്കൂളിന് ഒരു പോലീസ് സ്റ്റേഷൻ, സ്കൂളിൽ എന്ത് സംഭവിച്ചാലും പോലീസ് വരും. സ്കൂളിൽ കഞ്ഞിച്ചില്ലെങ്കിൽ പോലീസ് വരും, സ്കൂളിൽ ആരെങ്കിലും തുമ്മിയാൽ പോലീസ് വരും, തലകറങ്ങി വീണാൽ പോലീസ് വരും, സ്കൂളിൽ ബെല്ലടിച്ചില്ലെങ്കിൽ പോലീസ് വരും. അങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷനും ഒരു സ്കൂളും. അപ്പൊ നമ്മുടെ ഈ പടം ഇങ്ങനെ കണ്ടു പോകുന്ന സമയത്ത് നമുക്കൊരു സമയത്ത് തോന്നും, ഈ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരൊക്കെ പണ്ടൊരു സമയത്ത് ഈ സ്കൂളിൽ പഠിച്ചതിന് ശേഷം സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്ത്, ഒരു വണ്ടിയും വാടകയ്ക്ക് എടുത്ത്, പോലീസിന് സ്റ്റിക്കർ ഒട്ടിച്ച്, പഴയ NCC യൂണിഫോം എല്ലാം ഒന്ന് റീപാച്ച് ചെയ്ത് പോലീസുകാരായിട്ട് അഭിനയിക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോവും. അമ്മാതിരി തോട്ടിപ്പടം. ട്യൂഷൻ എടുക്കുന്ന പോലീസുകാരൻ, സ്റ്റേഷന്റെ മുകളിൽ ട്യൂഷൻ സെന്റർ നടത്തുക. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇത് ആഭ്യന്തര വകുപ്പിന്റെ അണ്ടറിലുള്ള പോലീസ് സ്റ്റേഷൻ ഒന്നല്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ, ശിവൻകുട്ടി നേരിട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ അണ്ടറിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അങ്ങനത്തെ കുറെ പോലീസുകാരുമാണ്. പോലീസുകാരുടെ ഒരു അൻവർ സാറ്, പിന്നെ ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോലീസുകാരൻ, പിന്നെ 2 ലേഡി പോലീസ്, ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ വേർപ്പിച്ചിട്ടുണ്ട്. വെറുപ്പിക്കാൻ മീൻസ് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരും. ഈ സാധനം കണ്ടാലും മനസ്സിലായി, നമ്മൾ കളിയാക്കി ചിരിക്കില്ല. സിനിമയിലെ ഹ്യൂമർ കൊണ്ട് ഇരിക്കലല്ല, എന്താണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിരിക്കില്ലേ. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇങ്ങനെ ചിരിക്കാം, നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കാം. പിന്നെ ഈ പടത്തില് ഷൈൻ ടോം ചാക്കോയുടെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് കേട്ടാലും മനസ്സിലാവും. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് അയാൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഒരു മൂളിച്ച പോലെ നമുക്ക് കേൾക്കും, ഒരു മൂളലേ കേൾക്കും. ഈ പടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2ാമത് ഡബ് ചെയ്താന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇയാളുടെ ആക്ഷനും ഇയാളുടെ ഡയലോഗ് തമ്മിൽ സിങ്ക് ആവുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷനും പിന്നെ ഈ ഫേഷ്യൽ എക്സ്പ്രഷനും ഒന്നും ഡയലോഗിന്റെ ടോണിനെ മാച്ച് ചെയ്യുന്നില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്ത് സ്ട്രെസ് എല്ലാം വന്ന പോലെ മുഖത്ത്. നമ്മളിപ്പോ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് മുഖത്ത് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യില്ലേ, ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക്. പക്ഷെ ഡയലോഗ് സ്മൂത്ത് ആയിട്ട് പോകും. 2ാമത് റീഡബ് ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണ്. ഇനി ഷൈൻ ടോമിന്റെ ഡയലോഗ്സ് ഇയാൾ പണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഈ പടത്തിൽ സംസാരിച്ചതെങ്കിലും വലിയ കുഴപ്പമൊന്നും വരില്ല. ഈ പടത്തിന് അത് മതി. ഇനി ഈ പടത്തിലെ മൊത്തം ഓഡിയോയും മ്യൂട്ട് ചെയ്തിട്ട് ഒരു നിശബ്ദ സിനിമ പോലെ നമ്മളിത് കണ്ടു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇനി ഈ പടത്തിന്റെ വിഷ്വൽ മൊത്തം കട്ട് ചെയ്തിട്ട് സൗണ്ട്, നമ്മൾ റേഡിയോയിൽ സിനിമ കേൾക്കൂലേ, ശബ്ദരേഖ, അതുപോലെ കേട്ടാലും
ഒരു കുഴപ്പമില്ല. ഈ പടം കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു യൂസ്ലെസ് സ്റ്റഫാണ്, ഒരു വേസ്റ്റ് പടം. അപ്പോൾ ഈ പടത്തിന്റെ ഒരു മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് ഒരു കൊലപാതകമാണ്. സിനിമ തന്നെ ഒരു കൊലപാതകമാണ്, ഓക്കെ അല്ലേ? അപ്പൊ ഈ കൊലപാതകം ഇയാള് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അന്വേഷിക്കണം. കൊല എന്ന് വെച്ചാൽ വലിയ കൊലയാണ് കേട്ടോ, വലിയ കൊലയാണ് ഈ പടത്തിൽ നടക്കുന്നത്. എന്നിട്ട് മെയിൻ ത്രെഡിലേക്ക് ഞാൻ കടക്കുന്നില്ല, സിനിമയാണല്ലോ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ. പക്ഷെ ഇത് ചെയ്യുന്നതിന് ഒരു വൃത്തിയായിട്ട് അവർക്ക് ചെയ്യായിരുന്നു. മെയിൻ ത്രെഡ് ഇപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ഈ മെയിൻ ത്രെഡിലേക്ക് കണക്ട് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസും കുറേ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നല്ല രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ സിനിമയായിട്ട് ഇത് വേണേൽ കാണാം. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ വളരെ അൺപ്രൊഫഷണലായി ചെയ്തു വെച്ചിട്ടുള്ള എന്തോ ഒരു അവിഞ്ഞ സാധനം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ അഭിനയമെല്ലാം അസഹനീയമായിരുന്നു. ഇതിൽ ഒരു മെയിൻ കഥാപാത്രമുണ്ട്, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ ഒരു ഗേൾ ഫ്രണ്ട്, അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത്. ഈ മെയിൻ കുട്ടി ഉണ്ടല്ലോ, അതായത് മുഖ്യ കഥാപാത്രമായിട്ടുള്ള സ്റ്റുഡൻറ്റ്, ഇവൻ്റെ അച്ഛനെ കാണാനില്ലേ എക്സാക്ട്ലി ലൈക്ക് ഇവൻ്റെ ഫ്രണ്ടിനെ പോലെ ഉണ്ട്. അതായത് ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ ഫ്രണ്ടിനെ പോലെ ഉണ്ട്. ഇതുപോലെ കുറെ അബദ്ധങ്ങൾ ഈ പടത്തിലുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് നോട്ടീസ് ആയിട്ട് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരുടെ സ്കൂളിൽ ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ പിന്നെ ജംഗിൾ റമ്മിയുടെ ആളാണ്, എപ്പോൾ നോക്കിയാലും ലുഡോ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതുകൂടാതെ ഒരു 2-3 സ്റ്റാഫ് വേറെ ഉണ്ട്, അവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല. ആകെ സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് വിൻസിയുടെ ടീച്ചർ കഥാപാത്രവും പിന്നെ ഒരു ക്ലാസ്, ഒറ്റ ക്ലാസ്സിലത്തെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു ക്ലാസ് മാത്രം കാണിച്ചാൽ മതി. പിന്നെ ഒരു സിസ്റ്റർ, പിന്നെ ഒരു മാഷ്, പിന്നെ കുറെ ഞാറ്റുകാര്. പിന്നെ എനിക്ക് കുറച്ചുകൂടി ചിരി വന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവരെ ഈ സിനിമയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു വലിയൊരു വളപ്പ്, ഒരു പറമ്പില് ഒരു കിണറുണ്ട്, അബൻഡന്റ്, ഉപയോഗശൂന്യമായിട്ടുള്ള കിണറാണ്. കുറെ ആൾക്കാർ ഈ കിണറ്റിന്റെ ഉള്ളിലേക്ക് മറ്റേ കോഴി വേസ്റ്റ് ഇല്ലേ, കോഴിനെല്ലാം ഈ ചിക്കൻ സെന്ററിൽ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു ചാക്കിൽ കെട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചെങ്ങായി ചോദിക്കാൻ വേണ്ടി പോകും, ആറ കിണറ്റിൽ വേസ്റ്റ് ഇടുന്നതാണ് ചോദിക്കാൻ വരും. അങ്ങനെ ചോദിക്കാൻ വന്ന ആൾക്ക് നല്ല 2 അടി കൊടുത്തിട്ട് വിടും. അത് നല്ല എന്റർടൈനിങ് ആയിരുന്നു. എന്നിട്ട് ഈ ചങ്ങായി അടി കൊണ്ടവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഷൈൻ ടോമിനോട് പരാതി പറയും. അപ്പൊ ഷൈൻ ടോം പറയും, ഇത് നമ്മൾ അന്വേഷിക്കണം, നീ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറയും. എല്ലാം വണ്ടിയുടെ നമ്പർ എല്ലാം കൊടുത്ത് പരാതി എല്ലാം കൊടുത്തിട്ട് അയാൾ പോകും അടി വന്നിട്ട്. എന്നിട്ട് ഇത് അന്വേഷിക്കുകയില്ല, ഇയാളെ പിടിക്കുകയില്ല, ഒന്നും ചെയ്യില്ല. അടി കൊണ്ടത് വേസ്റ്റ് ആയി പോയി. പിന്നെ ഈ പടത്തിന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ആയിരുന്നു. അതെല്ലാം ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ഈ പടം അബദ്ധത്തിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞതിന്റെ സ്പോയിലർ ആക്കുന്നില്ല, കണ്ട് അനുഭവിച്ചോ, വേറൊന്നും പറയാനില്ല. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളിൽ അതിൽ ആ ഗേൾ ഉണ്ടല്ലോ, പെൺകുട്ടി, അവര് കൊള്ളാം മീൻസ് കുറച്ചുകൂടി ആ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരിൽ കുറച്ച് ബെറ്റർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ വേറെന്താ പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഈ പടം കണ്ടിട്ട് നമുക്ക് കളിയാക്കി ചിരിക്കാൻ വേണ്ടി പറ്റും, അതല്ലാതെ ഇതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. ഷൈനിന്റെ പെർഫോമൻസ്, പിന്നെ ദീപക് പറമ്പോളിന്റെ പെർഫോമൻസ് ഭയങ്കര കലിപ്പനായിട്ടുള്ളൊരു ചേട്ടനാണ്. കണ്ണി കണ്ടവരെല്ലാം ഇടിക്കുക. അതിന്റെ റീസണും അത്ര നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതോ അല്ലെ, കുറച്ച് ലോജിക്കലി ചിന്തിക്കുന്ന ഒരാൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു റീസൺ ഒന്നും അല്ല. അപ്പൊ തന്നെ അത് ഫ്ലോപ്പായി, മനസ്സിലായില്ലേ? വില്ലൻ എന്ന് പറയുന്ന സാധനം ഫ്ലാറ്റായി. അപ്പൊ തന്നെ പടം ഒന്നുമില്ല. ഇനി വില്ലൻ വലിയ സംഭവമായിരുന്നെങ്കിലും ഈ പടത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു ഹൈ ഇല്ല, ഒരു ലോ ഇല്ല, എന്തിനോ വേണ്ടി ചെയ്യുന്ന ചില സീന്. പിന്നെ സിനിമയ്ക്ക് ഒരാവശ്യമില്ലാത്ത കുറേ വേസ്റ്റഡ് സീൻസും ഈ പടത്തിലുണ്ട്. അല്ലെങ്കിൽ തന്നെ 1 മണിക്കൂർ 58 മിനിറ്റോ മറ്റോ നമ്മൾ ഈ പടം സഹിക്കണം, 50 മിനിറ്റോ മറ്റോ, 2 മണിക്കൂർ തികച്ചില്ല. അതിന്റെ കൂടെയാണ് ഈ ആവശ്യമില്ലാത്ത കുറെ സീനും കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ മണി കെട്ടി തൂക്കുക, പിന്നെ ഒരു അൻവർ സാറിന്റെ കുറെ ചളി, പിന്നെന്താണ് സ്കൂളിലത്തെ കുറെ കാര്യങ്ങൾ, സ്കൂളിൽ കുറെ അലവലാതി കുട്ടികൾ, അവര് സിഗരറ്റ് വലിക്കുന്നു, തലകറങ്ങി വീഴുന്നു, ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു അപരാധം പിടിച്ച പടം. ഇത് കാണേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഒരു ഗുണത്തിനില്ലാത്ത വെറും വേസ്റ്റ് പടം. മ്യൂസിക്, സിനിമറ്റോഗ്രാഫി, എഡിറ്റിങ്, ഒരു കാര്യമില്ല, വേസ്റ്റ്, അട്ടർ വേസ്റ്റ് ആയിട്ടുള്ളൊരു പടം.